ഈ ഒരു ഗേറ്റിനെ ഏകദേശം എൻ്റെ പ്രായം വരും. നമുക്കിതൊന്ന് തുറന്നിട്ടേക്കാം. നിങ്ങളിൽ എത്ര പേര് ഒരു സൺസെറ്റ് കണ്ടിട്ട് എത്ര നാളായിട്ടുണ്ടാവും? അപ്പോൾ ഞാനൊരു സൺസെറ്റ് പോയിന്റിലോട്ടാണ് പോകുന്നത്. വെസ്റ്റേൺ ഗട്ട്സിൻ്റെ ആ ഒരു മലനിരകളുടെ മുകളിലുള്ള ഒരു സ്ഥലത്തോട്ടാണ്. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട്. സോ ഇപ്പോൾ സമയം നല്ല എന്താ പറയുക, ഏകദേശം 2:30 നല്ല ഉച്ച സമയമാണ്. ഇവിടെ ഈ ഒരു അടിവാരത്ത് അത്യാവശ്യം നല്ല ചൂടാണ്, ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. ഞാനിപ്പോൾ പോകുന്നത് മൈതാടി സൺസെറ്റ് പോയിന്റിലോട്ടാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു 70 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ കുറച്ച് ഹൈ റേഞ്ചിലുള്ള സ്ഥലമാണ്. ഇവിടെ നിന്ന് ഞാനിപ്പോൾ ഇറങ്ങാൻ നേരത്ത് 2:50 ആയിട്ടുണ്ട്. സോ ഏകദേശം 70 കിലോമീറ്റർ ഉണ്ടെങ്കിലും 2.5 മണിക്കൂറാണ് ടൈം അവിടെ ഗൂഗിൾ മാപ്പിൽ നമുക്ക് കാണിക്കുന്നത്. അപ്പം കുറച്ച് ഓഫ് റോഡാണ്. സംഭവം എന്ന് വെച്ചാൽ ഞാൻ റബ്ബർ തോട്ടത്തിക്കരൊക്കെ കയറിയാണ് വന്നത്. കുറച്ച് ഷോർട്ട് കട്ട് വഴി എടുത്താണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുറച്ച് വേറെ വഴി ഉണ്ടെങ്കിലും അങ്ങോട്ട് റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ആ മെയിൻ റോഡിലെ. അപ്പം അത് കുറച്ച് ഭാഗം കട്ടായി കിട്ടും ഈ ഒരു വഴി എടുത്തെങ്കിൽ. ഇത് കുറച്ച് മോശപ്പെട്ട വഴിയാണ്. മഴക്കാലത്തൊക്കെ ഈ ഒരു റോഡിലോട്ട് വരാനേ പറ്റത്തില്ല, അത്രത്തോളം മോശമായിരിക്കും. ഇപ്പം വേനൽക്കാലത്ത് ആയതുകൊണ്ട് കുറച്ച് കല്ലൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഏകദേശം മെയിൻ റോഡിലെത്തി. ഇവിടെ നിന്ന് ഞാൻ എങ്ങനെ ചാടിപ്പോവും? ഇത്ര ഹൈറ്റ് ആണല്ലോ ഇവിടെ എഡ്ജ്. വല്ല വഴിയുണ്ടോ? പണി വാളിയാ ചേട്ടാ, കുറച്ച് വഴി തന്നെങ്കിൽ നല്ലതാണ്. താങ്ക് യു. ഈ റോഡുണ്ടല്ലോ, ഇത് മംഗലാപുരം ചിക്മംഗ്ലൂർ റോഡാട്ടോ. മാംഗ്ലൂർ ടു ചിക്മംഗ്ലൂർ റോഡാണ്. ഇതിൻ്റെ വീതി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമുക്ക് ആ റോഡിൽ കുറച്ച് ബുദ്ധിമുട്ട്. അത്യാവശ്യം വലിയ വലിയ ബസ്സൊക്കെ ആ ഒരു വഴിയിലൂടെ പാസ്സായി പോവുകയാണെങ്കിലേ നല്ല രീതിയിൽ പൊടിമണ്ണാണ്. അപ്പോഴേ ഇവിടെ നിന്ന് ഏകദേശം ചുരഭാഗം തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് കണ്ടില്ല, ഈ ഒരു മലയുടെ മുകളിൽ പോകില്ല. ഇത് കട്ട് ചെയ്ത് ഓരോ മലനിരകളായിട്ട് സ്റ്റെപ്പായിട്ടാണ് ഈ റോഡ് പോയിരിക്കുന്നത്. സ്റ്റെപ്പായിട്ടല്ല, റോഡായിട്ട് തന്നെയാണ് പോയിരിക്കുന്നത്. അതായത് ഓരോ മലനിരകളായിട്ട് ടച്ച് ചെയ്താണ് പോയിരിക്കുന്നത്. ഏകദേശം ഒരു 25 കിലോമീറ്റർ. ഈ ഒരു ചുരത്തിൻ്റെ ശരിക്കുള്ള ബ്യൂട്ടി നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി തൊട്ട് നമുക്ക് എന്താ പറയുക, ഇനി തൊട്ടെന്നല്ല, കുറച്ചൊരു ഭാഗം അത്യാവശ്യം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ പോയിൻ്റ് ഉള്ള സ്ഥലങ്ങളൊക്കെയാണ്. നമുക്കങ്ങ് മുകളിൽ മലനിരകളൊക്കെ ഏകദേശം ഇവിടെ ഈ ഒരു ഭാഗത്ത് തീയൊക്കെ വീണേ, ലെഫ്റ്റ് സൈഡിൽ കണ്ടില്ലേ, തീയൊക്കെ വീണ് പുല്ലൊക്കെ എന്താ പറയുക കത്തിപ്പോയി കിടക്കും. അതുകൊണ്ട് ആ ഒരു പച്ചപ്പ് നമുക്കിപ്പം കാണാൻ സാധിക്കുന്നില്ല. ഈ മഴക്കാലത്ത് പ്രത്യേകത ഒരു ഭംഗിയായി ഒരു ചുരം. അത് ഞാൻ ഒരുപാട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കിവിടെയൊക്കെ ഈ റോഡിൻ്റെ മുകളിൽ മൊത്തം വെള്ളം ഇങ്ങനെ എന്താ പറയുക, സീസണൽ വാട്ടർഫാൾസ് ഉണ്ടാവുമല്ലോ, അതിങ്ങനെ വീണുകൊണ്ടുണ്ടാവും. എന്ത് രസമായിരിക്കും ഈ ഒരു ഭാഗമൊക്കെ കാണാൻ വേണ്ടി. ആ ഒരു സമയത്ത് നമുക്ക് അങ്ങ് ദൂരെ റോഡൊക്കെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി അങ്ങനെ പോകാം. നമുക്ക് ഓരോ മല ഇങ്ങനെ ടച്ച് ചെയ്താണ് പോകുന്നത്. സോ ഇവിടെയൊക്കെ എല്ലാം സൈൻ ബോർഡ്സ് ഉണ്ട്, നോ ഫോട്ടോഗ്രാഫി എന്നൊക്കെ പറഞ്ഞ്, നോ ഫോട്ടോ നോ വീഡിയോ. അതായത് ഇവിടെ നിർത്തി ആൾക്കാർ ഈ ഒരു ഫാൾസിൻ്റെ മണ്ടയിലൊക്കെ കയറി ഫോട്ടോസൊക്കെ എടുക്കാറൊക്കെ പോകാറുണ്ട്. അങ്ങനെ ഒരുപാട് പേര് വീണ് മരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു സൈൻ ബോർഡ് ഇപ്പം ഇട്ടേക്കണേ. ഏകദേശം ഒരു 3-4 വർഷമായി ഇത് ഇട്ട് തുടങ്ങിയിട്ട്. ಮುಂದೆ ಚೆಕ್ಕಿಂಗ್ ಇದೆ. ಹೆಲ್ಮೆಟ್ ಇದೆಯಾ? ಓಕೆ. ಸ್ವಲ್ಪ ಮುಂದೆಯಿಂದ ಹತ್ತಿದ್ದೀರಾ? ಬನ್ನಿ. ಮುಂದೆ ಇದ್ದಾರಾ? ಹಾಂ, ಓಕೆ. ഇത് ആക്ച്വലി ഫോറസ്റ്റിൻ്റെയാ. അത് ഫോറസ്റ്റിൻ്റെ ആ വണ്ടി. അതവിടെ ബ്രിഡ്ജിൻ്റെ അവിടെ അല്ലേ? ഓക്കെ. അവർക്കൊരു ഹെൽമെറ്റ് ഇല്ലല്ലോ. നോക്കാം. ഇവിടെ മൊത്തം ബ്ലോക്കായി. ചെറിയൊരു വഴിയായിരുന്നു. അവരോട് പാസ്സാവോ? അതൊരു ചെറിയൊരു ഇടിഞ്ഞ വഴിയാണ്. ഉണ്ടല്ലോ, ചെക്കിങ് ഉണ്ടല്ലോ. അപ്പോൾ ഓക്കെ, ബൈ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ആ വണ്ടിയിൽ 3 പേരാണ് പോകുന്നത്. ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, അങ്ങോട്ട് പോകുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സുഹൃത്തുക്കൾ തന്നെയാണ്. അപ്പം ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല. സോ അവിടെ ചെക്കിങ് ഉള്ളതുകൊണ്ട് കുറച്ച് ലിഫ്റ്റ് കൊടുത്തതാണ്, അതാണ്. ഓക്കെ, ബൈ, കാണാം. ഓക്കെ, ബൈ. സംഭവം വെച്ചാൽ അവരുടെ പുതിയ വണ്ടിയാണ്. അപ്പോൾ 3 പേര് ഇറങ്ങിയതാണ്. ആക്ച്വലി 3 പേർ റൈഡ് ചെയ്യുന്ന അത്ര സേഫ് അല്ല. അപ്പോൾ ഏകദേശം ഹൈ റേഞ്ചിൽ കൊട്ടിക്കര എന്ന് പറഞ്ഞ സ്ഥലം എത്തി. അപ്പം അവിടെ എൻട്രി ചെയ്യുന്ന നേരത്ത് ഞാൻ കാണിച്ച ആ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് ഇത് ചിക്മംഗളൂരു ഡിസ്ട്രിക്റ്റിലെ ആ ഒരു ഡിവിഷനിലുള്ള ചെക്ക് പോസ്റ്റാണ്.
അപ്പം ഈ ഒരു ടൗണിൽ നിന്ന് നമുക്ക് ലെഫ്റ്റിലോട്ടാണ് പോകാനുള്ളത്. ഫ്യൂവൽ അടിക്കണോ? 3 കട്ട കാണിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഏകദേശം കുഴപ്പമില്ല, വന്നിട്ട് എന്തായാലും ഫ്യൂവൽ അടിക്കാം. ഇവിടെ നിന്ന് നമുക്ക് ലെഫ്റ്റാണ് പോകാനുള്ളത്. സ്ട്രൈറ്റ് പോയി ചിക്കമംഗളൂരു, ബേലൂരു, മൂടിಗೆರೆ അങ്ങനെ. ഇവിടെ നിന്നാണ് ಶಿವಮೊಗ್ಗ, ಕೊಪ್ಪ, ಬಾಳೆಹೊನ್ನೂರು, കുതിരമുക്ക്, കളസ, ಹೊರನಾಡು. ഒരു ചായയൊക്കെ കുടിക്കണം, ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതിനുവേണ്ടി ഇനി നിന്നാൽ സമയം ഒരുപാട് വൈകും, ഒരുപാട് ലേറ്റാവും. അതുകൊണ്ട് നമുക്ക് നേരെ പോകാം. ഇനി തൊട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാപ്പിത്തോട്ടങ്ങളും തേയിലത്തോട്ടങ്ങളും ആയിരിക്കും. 1.5 വളവുകളാണ് ഇവിടെ. ഞാൻ അത്യാവശ്യം പറ്റുന്നത്രയും വളച്ചെടുക്കുന്നുണ്ട്. ഈ മെയിനായിട്ട് ഈ ഒരു വണ്ടിയിൽ കോർണറിങ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മൈൻ സ്റ്റാൻഡ് അടിയിൽ തട്ടുന്നുണ്ട്. അപ്പോൾ ഞാനിവിടുന്ന് ലെഫ്റ്റ് എടുക്കുവാണ്. റൈറ്റ് പോയി നമുക്ക് ബാಳೆഹൊണ്ണൂർ അങ്ങോട്ടൊക്കെ പോകും, എന്നാർപ്പുറ ആ ഒരു ഭാഗമൊക്കെ. അപ്പോൾ ലെഫ്റ്റ് എടുക്കുവാണെങ്കിൽ നമുക്ക് കുതിരമുക്ക് അങ്ങോട്ടാണ്. അപ്പം ഓരോ മലകൾ കയറി ഇറങ്ങിയാണ് ഈ ഒരു വഴി പോകുന്നത്. ആണ് ഇത് കൊള്ളാലോ. ഈ തോട്ടത്തിലൊക്കെ വെള്ളം അടിക്കുന്നത് ഇങ്ങനെയാണ്. ഇത് കറങ്ങി വരാൻ നേരത്ത് ഇതിപ്പോൾ റോഡിൽ വെള്ളം വീണിരിക്കുന്നുണ്ടല്ലേ, ഇതൊരു റൗണ്ട് അടിച്ച് വരാൻ നേരത്ത് വണ്ടി വേണമെങ്കിൽ കഴുകുക, പക്ഷേ ക്യാമറ ഒക്കെ നനഞ്ഞ്. ജാവളി എന്ന് പറഞ്ഞൊരു നാട്, അത്യാവശ്യം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആട്ടോ ഇത്. നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിൽ നല്ല രീതിയിൽ മലനിരകളൊക്കെ നമുക്ക് കാണാം. ഇവിടെ ഒടുക്കത്തെ തണുപ്പ്. ഇങ്ങോട്ട് സൂര്യൻ്റെ കിരണം വീഴുന്നില്ല, അതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ് ഇവിടെ. അല്ല, ഈ മാപ്പിൽ പറഞ്ഞിരിക്കുന്ന സമയത്തിനേക്കാളും കൂടുതൽ എടുക്കുന്നുണ്ട്. കാറിനെ അത്യാവശ്യം വളഞ്ഞ് ഉള്ള റോഡുകളാണ്, ഒരുപാട് സ്പീഡ് എടുക്കാൻ പറ്റില്ല. നേരത്തെ അവിടെ കണ്ട സിട്രോൺ കാറ് കണ്ടില്ലേ, ഇപ്പോൾ എൻ്റെ മുന്നിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ അങ്ങ് ദൂരെ തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഫോട്ടോസ് ഉള്ളിൽ കയറിയിട്ട് ഫോട്ടോസ് എടുക്കാൻ 10 രൂപ എങ്ങോട്ട് ചാർജ് ചെയ്യണം അറിയുന്നില്ല. അവിടെ ഒരു ബോർഡൊക്കെ വെച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഈ നമ്പറിന് വിളിക്കാൻ വേണ്ടി 10 രൂപ ശരിയാണ്. അതിൻ്റെ ഉള്ളിൽ കയറി ഫോട്ടോ എടുക്കാൻ വേണ്ടി 10 രൂപ കൊടുക്കണമെന്ന്. ചിലപ്പോൾ ഗൂഗിൾ പേ ആക്കി കൊടുത്താൽ മതിയെന്ന് തോന്നുന്നു. കുഴപ്പമില്ല, നല്ല പച്ചപ്പ് നിറഞ്ഞിരിക്കുന്നുണ്ട്. തേയില ഏകദേശം ഡ്രിം ചെയ്യാറായിട്ടുണ്ട്, ഡ്രിം ചെയ്യാനായിട്ടുണ്ട്. ഡ്രിം ചെയ്ത പിന്നെ ഒരു ഭംഗി ഉണ്ടാവില്ല, പച്ചപ്പ് ചെറുതായിട്ട് പോയി കിട്ടും. ഇപ്പോൾ ചെറിയൊരു ഭംഗിയുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നില്ല, സമയം നല്ല രീതിയിൽ വൈകിട്ടുണ്ട്. ഇത് 1.5 വളവാട്ടോ. ഈ താഴെ കാണുന്ന ഇതാണ് കെളഗൂർ എന്ന് പറഞ്ഞൊരു ഗ്രാമമാണ്. ഇപ്പോൾ ഒരു മല ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ മാപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയതാണ്, പക്ഷെ നെറ്റ്വർക്ക് ഇല്ല. ബസ്സുകാരനെ ഓവർടേക്ക് ചെയ്ത് പോകാനും പറ്റുന്നില്ല. അത്യാവശ്യം വളവും. സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും ഇവിടുന്ന് ലെഫ്റ്റ് എടുത്തു. ഓക്കെ, മൈതാടി ശരിയാണ്, ഇങ്ങോട്ട് തന്നെയാണ്. ഇവിടെ നിന്ന് ഇനി ഏകദേശം എത്ര കിലോമീറ്റർ അറിയോ? 6.3 കിലോമീറ്റർ കൂടെയാണ് ഇനി ഉള്ളത്. കാപ്പിക്കുരിയൊക്കെ അത്യാവശ്യം കാഴ്ച നിൽപ്പുണ്ടല്ലോ, ഇത് പഴുത്ത് നിൽപ്പുണ്ട്, കണ്ടില്ലേ? ഇവിടെ നിന്നാൽ കണ്ടില്ലേ? ഒരുപാട് നേരം നിന്ന് സമയം വൈകിപ്പിക്കുന്നില്ല. ഇപ്പം 2 ബൈക്കർസ് ഈ ഒരു വഴി പോയാർന്നേ, അപ്പം പിന്നെ ഉറപ്പായി ആൾക്കാരൊക്കെ എത്തുന്ന സ്ഥലമാണ്. ഇനിയിപ്പോൾ ലെഫ്റ്റ് എടുത്ത് പോകണം നമുക്കേ. അങ്ങ് ദൂരെ ഒരു മല കണ്ടില്ലേ, അത്യാവശ്യം നല്ല രസമുണ്ട് കാണാൻ ഇവിടെ നിന്ന് തന്നെ. പക്ഷേ ഇതിപ്പോൾ ഞാൻ ഏത് വഴിയാണ് പോകേണ്ടതെന്ന് യാതൊരു രീതിയിൽ ഐഡിയ ഇല്ലല്ലോ. ഇതെവിടെ പോയി? മൈതാടി സൺസെറ്റ് പോയിന്റ്. ഓക്കെ, അവിടെ 2-3 സ്ഥലമുണ്ട് വേറെ. ഈ വണ്ടി കൊണ്ടുപോകാൻ പറ്റാവുന്ന സ്ഥലം ഏതാണെന്നറിയില്ല. ലോഡാവുന്നില്ല, അതാണ്. ചെറുതായിട്ടൊന്ന് വഴി മാറിപ്പോയി. അവിടെ കുറച്ച് കുട്ടികളോട് വഴി ചോദിച്ചപ്പം ഏകദേശം പറഞ്ഞു തന്നു, പക്ഷെ ഐഡിയ ഇല്ല എങ്ങോട്ടാണ് ശരിക്കും. അപ്പോൾ ഓക്കെ, ഇങ്ങോട്ടായിരിക്കും. പൊടി മണ്ണ്. ഐ തിങ്ക് ദിസ് വേ. എന്തായാലും പോയി നോക്കാം. ഇത് കുറച്ച് 1.5 ഓഫ് റോഡായിപ്പോയി. ഈ വഴി ആയിരിക്കുന്നു വിചാരിക്കുന്നു. കാറൊന്നും വരാൻ പറ്റത്തില്ല, ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ലാത്ത വണ്ടി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സൈൻ ബോർഡുണ്ട്, വ്യൂ പോയിന്റിലോട്ട് ഈ ഒരു വഴിയാണ്. ഓക്കെ, അപ്പോൾ റൈറ്റ് അങ്ങോട്ട് പോകും. വ്യൂ പോയിന്റ് ഈ വഴിയാണ്. യെസ്, ഏകദേശം എത്തി. ഓക്കെ, സംഭവം ഇത് തന്നെയാണ്.
ദൈവമേ, താഴോട്ട് നല്ല കുഴിയാണല്ലോ. സംഭവം ഇത് തന്നെ, ഏകദേശം എത്തി. കണ്ടില്ലേ, ഇതാണ് ആ സ്ഥലം. കുറച്ച് കഷ്ടപ്പെട്ടു. എനിക്ക് നേരത്തെ ആ ഒരു സംഭവമില്ലേ, അത് നമുക്ക് മുകളിൽ നിന്ന് കണ്ടപ്പോൾ ഞാൻ കണ്ടായിരുന്നു. അത് വെച്ചാണ് ഏകദേശം ഈ ഒരു വഴിയായിരിക്കും ഞാൻ കൺഫേം ചെയ്ത് വന്നത്. സംഭവം ഇത് തന്നെ, പൊളിച്ചു. എന്തായാലും ഈ ഒരു വ്യൂ പോയിൻ്റ് വരെ നമുക്ക് വണ്ടി കൊണ്ടുവരാൻ പറ്റിയല്ലോ, അതാണ് ഹൈലൈറ്റ്. സോ സൂര്യൻ അങ്ങ് ഭാഗത്ത് അസ്തമിച്ചുകൊണ്ടുണ്ട്. അത്യാവശ്യം നല്ല ഫ്രെയിമാണ്, ഒരു മഞ്ഞ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു മലനിരകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ കുറച്ച് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. ഈവനിങ് സമയം ആയതുകൊണ്ട് തന്നെ കുറച്ച് ആൾക്കാർ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പം നല്ലൊരു ഫ്രെയിമാണ്. അങ്ങോട്ട് കുറച്ച് ഒരു വഴി പോയിട്ടുണ്ട്, അത് എങ്ങോട്ടാണെന്ന് അറിയില്ല. പക്ഷേ വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറ്റുമെങ്കിൽ പോവാം. ആരും എടുത്തുകൊണ്ട് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ എന്തോ ഒരു സംഭവമുണ്ട്. ഇത് പള്ളിയാണ്, ഗോപുരമാണ്, എന്തോ പിടി കിട്ടുന്നില്ല. ഒരു കാറുകാരനവിടെ വന്നിട്ടോ, കണ്ടില്ലേ, ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ലെങ്കിലും വണ്ടി അഡ്ജസ്റ്റ് ചെയ്തു. അയ്യോ, അങ്ങോട്ട് കിടക്കാൻ പാടില്ലേ, ഫെൻസിങ് ഒക്കെ ചെയ്ത് വെച്ച പോലെ. സംഭവം കൊള്ളാം. പോയിൻ്റ് കൊള്ളാം. ആ 2 കാറുകാരും വന്നു. അപ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസ് പ്രശ്നമല്ലേ, എന്താണ് പിടികിട്ടുന്നില്ല. ഏകദേശം സൂര്യന് അങ്ങ് ദൂരെ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. അത്യാവശ്യം നല്ലൊരു ഫ്രെയിമാണ് നമുക്കിവിടെ നിൽക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഒരു കോടമഞ്ഞ് പോലെ ഒരു ഫീലൊക്കെ നമുക്ക് തോന്നിപ്പിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയോ വഴി കണ്ടുപിടിച്ച് അവസാനം വ്യൂ പോയിൻറ്റിലോട്ട് എത്തി. ഇവിടെ എത്തിയപ്പം ഞാൻ കണ്ട പച്ചപ്പ് കുറച്ച് കുറവാണെങ്കിലും ആക്ച്വലി അത്യാവശ്യം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രെയിമാണ്. നമുക്ക് 2 സൈഡിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഒന്നാമത്തെന്ന് പറയുന്നിടത്ത് നമുക്ക് ഈ കാണുന്ന ഈ ഒരു പാറയാണ്, കണ്ടില്ലേ, പാറക്കല്ലിലൂടെ ഇങ്ങനെ നിൽക്കുന്ന ഈ ഒരു മലയാണ്. ഇതാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്രെയിം. അതുപോലെ തന്നെ ഇങ്ങോട്ട് തിരികെ നേരത്താണ് സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഫ്രെയിം നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതും അത്യാവശ്യം നല്ല, എന്താ പറയുക, ഇങ്ങനെ മിസ്റ്റിൽ നിറഞ്ഞു നിൽക്കുന്ന കൂട്ട് ആ ഒരു ബെഡ് പോലെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഫ്രെയിമാണ്. ഏകദേശം ഉണങ്ങാറായ പുല്ലൊക്കെ ഇവിടെ തീ കൊടുത്ത് ആൾറെഡി ബേൺ ചെയ്തു. കാരണം തീ പിടിച്ചാൽ ബുദ്ധിമുട്ടാണ്, എല്ലാം കത്തിപ്പിടിക്കാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ. പിന്നെ ഇവിടെ ഒരു പ്രത്യേകതര ഒരു സംഭവമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നെ കാണുന്നുണ്ടോ ഇല്ല എന്ന് അറിയത്തില്ല. ഇവിടെ ഞാനിപ്പോൾ ഉള്ളത് മൈതാടി എന്നൊരു സ്ഥലത്താണ്. അതുപോലെ തന്നെ ഇതേ സ്ഥലം, അതായത് ഈ കാണുന്ന ഈ ഒരു മലയുണ്ടല്ലോ, ഇതിങ്ങനെ നടന്ന് കിടന്ന് നമുക്ക് പോവുകയാണെങ്കിൽ അങ്ങ് അറ്റം വരെ നമുക്ക് പോവാം. അവിടെ ഓരോ സ്ഥലം അത്രയ്ക്കും ബ്യൂട്ടിഫുള്ളാണ്. അതിലൊന്നാണ് റാണിജരി, ഇനിയൊന്നും ബള്ളാരായന ദുർഗ ഫോർട്ട്, അതുപോലെ തന്നെ നമ്മുടെ ബണ്ടാജെ ഫാൾസ് ഉള്ളത്. ഈ ഒരു വാട്ടർഫാൾ എന്ന് പറയുന്നത് അത്രത്തോളം ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു വാട്ടർഫാളാണ്. അതുപോലെ തന്നെ അത്രയ്ക്കും ബ്യൂട്ടിഫുള്ളും കൂടെയാണ്. അപ്പം അങ്ങോട്ടൊക്കെ പോകാൻ വേണ്ടി പ്ലാനുണ്ട്. പക്ഷേ ആദ്യത്തെ പോയിൻ്റ് എന്ന് പറയുന്ന നേരത്ത് ഈ ഒരു പോയിൻ്റാണ് മൈതാടി. ഇതിൻ്റെ അപ്പുറമുള്ളത് കുതിരമുക്ക റേഞ്ചാണ് ആ ഭാഗമൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നാണ് നമുക്ക് ലീഗലി, അതായത് ഈ ഒരു ഭാഗം നമുക്ക് വണ്ടിയും കൊണ്ട് കൊണ്ടുവരാം. ഇവിടം വരെ നമുക്ക് വണ്ടി കൊണ്ടുവരാം. വണ്ടി ഇവിടെ നമുക്ക് പാർക്ക് ചെയ്യാം. ഞാൻ നേരത്തെ വരുമ്പോൾ പറഞ്ഞ പോലെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ലാത്ത വണ്ടി കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. പക്ഷേ അത് ഫോർഡിൻ്റെ ഫിഗാണെന്ന് തോന്നുന്നു. ഇതൊക്കെ വണ്ടി അത്യാവശ്യം കൊണ്ടുവന്നിട്ടുണ്ട്. ഈസിയായിട്ട് അവർ, എന്താ പറയുക, പാസ് ചെയ്ത് വന്നു, കുഴപ്പമില്ല, വേറെ ലെവലാണ്. അപ്പം ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ തന്നെ ഇവിടെ ഉണ്ട്. ഈ ഒരു ഫ്രെയിം അത്യാവശ്യം നല്ലൊരു ഫ്രെയിമാണ്. ഇനി അടുത്ത ദിവസങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അങ്ങോട്ടുള്ള റാണിജരി ആ ഒരു വ്യൂ പോയിൻ്റ്, പിന്നെ ബള്ളാരായന ദുർഗ, ഇത് ഏകദേശം അടുത്തടുത്താണ്. പക്ഷേ അടുത്തതെന്ന് പറയുന്ന നേരത്ത് നമുക്ക് ഒരു 2 മണിക്കൂറിൻ്റെയൊക്കെ വാക്കിംഗ് ഡിസ്റ്റൻസ് ഉണ്ട് അങ്ങോട്ട് പോകാൻ വേണ്ടി. പിന്നെ നല്ല രീതിയിൽ വിൻഡ് അടിക്കുന്നുണ്ട്. കുറച്ച് വെഡ്ഡിങ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്ന ആൾക്കാരൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്. അവിടെയും എന്തോ ഒരു സംഭവമുണ്ട്. അങ്ങോട്ട് വണ്ടി പോകാനുള്ള ട്രാക്ക് അവിടെ നമുക്ക് കാണുന്നുണ്ട്. വണ്ടി കൊണ്ടുപോകാൻ പറ്റുമോ എന്താണെന്ന് അറിയത്തില്ല. അത് നമുക്ക് എന്തായാലും നോക്കാം. സോ അവിടെ കുറച്ച് പേര് വെഡ്ഡിങ് ഷൂട്ടോ എന്തോ പരിപാടിയായിട്ട് അവിടെ മുകളിൽ കുറച്ച് ആൾക്കാർ നമുക്ക് കാണാം. അങ്ങ് ദൂരെ
നല്ല രസമുണ്ട്. അപ്പം ഈ ഒരു ഭാഗത്ത് ചിക്കമംഗളൂർ കുതിരമുക്ക ഇത് ഇപ്പം നിൽക്കുന്ന ഈ ഒരു സ്ഥലം കുതിരമുക്ക റേഞ്ചിൻ്റെ ഏകദേശം ക്ലോസ് ആയിട്ട് വരും, അതിൻ്റെ ബോർഡറിൻ്റെ അടുത്തായിട്ട് വരും. ഇപ്പോൾ പറഞ്ഞ ഈ മൈതാടി എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലവും അതുപോലെ തന്നെ റാണിജറി എന്ന് പറഞ്ഞ ഒരു പോയിൻറ്റും ഉണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ബണ്ടാജി എന്ന് പറഞ്ഞൊരു വാട്ടർഫാൾസും ഉണ്ട്. അപ്പോൾ അങ്ങോട്ടൊക്കെ ഓരോ പോയിൻറ്റിലോട്ടും ഓരോ ദിവസം വേണം നമുക്ക് ട്രക്ക് ചെയ്ത് പോകാൻ വേണ്ടി. പിന്നെ മഴക്കാലത്ത് വരാൻ നേരത്ത് ഒരു പച്ചപ്പ് നിറഞ്ഞ് അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഏകദേശം ആ ഒരു ഭാഗത്തായിട്ട് എന്തോ ഒരു സംഭവമുണ്ട്, അതായത് കുറച്ചും കൂടെ ഒരു ഫ്രെയിമുള്ളൊരു സ്ഥലമാണെന്ന് തോന്നുന്നു. കുറച്ച് ആൾക്കാർ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് ഈ അതിമനോഹരമായ ഈ ഒരു വ്യൂ പോയിൻ്റ് കണ്ടുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ മലയുടെ അപ്പുറയായിട്ടാണ് നമ്മുടെ ഈ ഒരു ദിടുപ്പെ ഫാൾസ് എന്നുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഏകദേശം ഇവിടെ നിന്ന് ഒരു ഓഫ് റോഡ് ട്രാക്കുണ്ട്. ഏകദേശം 10-12 കിലോമീറ്ററോളം ഞാൻ ഈ യാത്ര തുടങ്ങിയ സ്ഥലത്തോട്ട് എത്തും. അങ്ങനെ ഒരു ട്രാക്കുണ്ട്. പക്ഷേ ഭയങ്കര ഡിഫിക്കൽട്ടിയാണ്. സ്കൂട്ടറിൽ ഒരിക്കലും നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല, അത്രത്തോളം ഡേഞ്ചറായിട്ടുള്ളൊരു റോഡാണ്. അപ്പം ഈ ഒരു മലനിരകളുടെ നടുവേക്കരെയാണ് ആ റോഡ് പോയിരിക്കുന്നത്. ഞാൻ ഒരിക്കലും സ്കൂട്ടറിനോട് ട്രാവൽ ചെയ്തു, താഴെ നിന്ന് ഇറങ്ങി പോകാനേ പറ്റുള്ളൂ. എന്തായാലും നമുക്ക് മുകളിലോട്ട് കയറി വരാനുള്ള ആ ഒരു പവർ നമ്മുടെ സ്കൂട്ടറിനില്ല. അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ ഏതെങ്കിലും ഉണ്ടെങ്കിലും അത്യാവശ്യം ബ്യൂട്ടിഫുള്ളായിരിക്കും ആ ഒരു വഴി കയറി വരാൻ വേണ്ടി. ഇല്ലെങ്കിൽ കുറച്ച് സ്ട്രഗിൾ ചെയ്യും, കുറച്ച് ഡേഞ്ചറാണ് നിൽക്കുന്നത്. നേത്രാവതി റിവർ, ഇവിടെ നിന്നാണ് ആ ഒരു നേത്രാവതി റിവർ തുടങ്ങുന്നത്. അപ്പം ഇവിടെ നമുക്ക് ദിടുപ്പെ വാട്ടർഫാൾസ് ഉണ്ട്, ബണ്ടാജി വാട്ടർഫാൾസ് ഉണ്ട്, ഒരുപാട് വാട്ടർഫാൾസ് ഉണ്ട്. എന്തായാലും നമുക്കേ അങ്ങോട്ട് പോവാം. സൂര്യൻ്റെ ആ ഒരു ലൈറ്റ് പോയി പിന്നെ ബുദ്ധിമുട്ടായിരിക്കും. അവിടം വരെയാണ് വണ്ടി വരാൻ പറ്റുന്നത്. അപ്പോൾ ഇത്ര ദൂരെ നിന്നപ്പോഴാണ് ആ ഒരു ശരിക്കുള്ള ഫ്രെയിം നമുക്ക് കവറായത്. അങ്ങ് പാറകളുടെ മുകളിൽ ലൈറ്റ് അടിക്കുന്നുണ്ട്, സൺലൈറ്റ്. നമുക്ക് അങ്ങനെ ബ്രൈറ്റായിട്ട് കാണാൻ സാധിക്കും ആ ഒരു മലനിരകളൊക്കെ. ആ ഒരു ഫ്രെയിമിൽ തകർപ്പൻ വെഡ്ഡിങ് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അസ്തമിച്ചു, വളരെ സ്പീഡായിപ്പോയി. അവസാന നിമിഷത്തിൽ വളരെ സ്പീഡായിപ്പോയി. സോ ഇനി ഒരുപാട് നേരം നിന്നിട്ട് കാര്യമില്ലാന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ എക്സിറ്റ് ചെയ്ത് പോവുകയാണ്. പ്രത്യേകിച്ച് എന്താ പറയുക, ആ ഒരു സൂര്യൻ അസ്തമിച്ച് പിന്നെ ഇവിടെ തണുപ്പ് കയറി വരും, മൊത്തം കോടമഞ്ഞൊക്കെ ആയിട്ട്. പിന്നെ പ്രത്യേകിച്ച് എന്താ പറയുക, എന്നിട്ട് കാര്യമില്ല. ഇനി ഏകദേശം 66 കിലോമീറ്ററോളം ഉണ്ട് തിരിച്ച് പോകാൻ വേണ്ടി. അപ്പം പോകുന്ന വഴിക്ക് എനിക്ക് 2-3 സ്ഥലം കൂടെ കവർ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നെന്തായാലും കവർ ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം ഒരു സമയത്ത് നമുക്ക് ഒരു പോയിൻ്റ് മാത്രം വെച്ചാണ് നമുക്ക് കവർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എന്തായാലും ഇനി അടുത്ത ദിവസങ്ങളിൽ അങ്ങോട്ട് വന്നിട്ട് അതിന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. സൂര്യൻ എന്തായാലും ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ അസ്തമിച്ചു. നമ്മളെന്തായാലും വണ്ടി എടുത്ത് പോകുന്നു. നമ്മുടെ ഈ ഒരു ഫ്രെയിമിൽ നമ്മുടെ വണ്ടി ഉണ്ട്. അപ്പം എന്തായാലും ഓക്കെ. അപ്പം ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുന്നു. അപ്പം തണുപ്പ് മെല്ലെ കയറി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഏകദേശം 70 കിലോമീറ്ററോളം റൈഡ് ചെയ്ത് വേണം വീട്ടിലോട്ട് പോകാൻ വേണ്ടി. സൂര്യൻ ഏകദേശം അസ്തമിച്ചു. അതിമനോഹരമായ ഫ്രെയിമിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു. കുറച്ച് മഡ് റോഡാണ്, അപ്പം കുറച്ച് മടിയാണ്. തണുപ്പ് ഇനി കയറി തുടങ്ങുന്നതുകൊണ്ട് തന്നെ കുറച്ച് ജാക്കറ്റൊക്കെ ഇട്ട് തുടങ്ങണം. എന്തായാലും ഇനി അടുത്ത കിടിലൻ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ, ടാറ്റ.